Hi all, it's me JKK from JKK for you. So എമ്പുരാൻ FDFS റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഷോർട്ട് റിവ്യൂ ആണ്, ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ നെക്സ്റ്റ് വീക്ക് തരാം. സോ ഷോർട്ടായിട്ട് പറഞ്ഞാൽ എമ്പുരാൻ ഒരു വൺ ടൈം വാച്ചബിൾ സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു എക്സ്പെക്റ്റേഷൻ ലെവലിലേക്ക് വന്നോ എന്ന് ചോദിച്ചാൽ ഒരല്പം ഇല്ലെന്ന് തന്നെ പറയാം. പക്ഷെ എന്നാലും വൺ ടൈം വാച്ചബിൾ ഫ്ലിക്ക് തന്നെയാണ് ഈ സിനിമ. ഡയറക്ടഡ് ബൈ പൃഥ്വിരാജ്, റിട്ടൺ ബൈ മുരളി ഗോപി ആൻഡ് ക്യാമറ ബൈ സുജിത് വാസുദേവ്. ഫ്രെയിംസ് ഒക്കെ മനോഹരമാണ്. പിന്നെ തീർച്ചയായിട്ടും എഡിറ്റഡ് ബൈ അഖിലേഷ് മോഹൻ, മ്യൂസിക് ബൈ ദീപക് ദേവ്. ഓക്കെ, ആൻഡ് പ്രൊഡക്ഷൻ ബൈ അശ്രുവ സിനിമാസ്, ശ്രീ ഗോകുലം മൂവീസ്, ലൈക്ക പ്രൊഡക്ഷൻ. പറഞ്ഞേക്കാം ചുമ്മാ. സിനിമ തീർച്ചയായിട്ടും ഇൻട്രോ കൊള്ളാം. സിനിമ തുടങ്ങിയ ആ ഫ്ലാഷ് ബാക്ക് സീൻസ് ഒക്കെ തന്നെ കൊള്ളാം. ഇൻ ഗുജറാത്ത് അതൊക്കെ കൊള്ളാം, അതിമനോഹരമാണ്. ദെൻ തീർച്ചയായിട്ടും സിനിമ മുന്നോട്ട് പോകുമ്പോഴുള്ള പൊളിറ്റിക്സ് ഒക്കെ കൊള്ളാം. കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ പൊളിറ്റിക്കൽ പാർട്ടീസിനൊക്കെ തന്നെ അങ്ങോട്ട് എല്ലാവർക്കും ഉള്ളത് കൊടുത്തിട്ടുണ്ട് മുരളി ഗോപി. തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ ഇൻട്രോ ആസ് ഖുറേഷി അബ്രാം ഖുറേഷി, അത് അതിമനോഹരമാണ്. ഹെലികോപ്റ്റർ അബ്സല്യൂട്ട്ലി സൂപ്പർ വൺ. ഇൻ്റർവെൽ അത്ര പഞ്ചില്ല എന്ന് തന്നെ പറയാം. ഇൻ്റർവെൽ ഒരു സാധാ പഞ്ചാണ്. ഒരു ഹൈപ്പർ പടത്തിനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എമ്പുരാൻ പോലത്തെ ഒരു ആക്ഷൻ പടത്തിനോ വേണ്ട ഒരു പഞ്ച് ഇൻ്റർവെലിന് കിട്ടിയിട്ടില്ല. പക്ഷേ ഇൻ്റർവെലിന് ശേഷമുള്ള ആ ഒരു സംഭവം, എൻ്റെ മോനെ, ജംഗിൾ പൊളി, അത് അടാറ് സംഭവം തന്നെയാണ്. ദെൻ തീർച്ചയായിട്ടും സിനിമയുടെ ത്രൂ ഔട്ട് സെക്കൻഡ് ഹാഫ് ഒരു പക്ക ഫാസ്റ്റായിട്ട് പോകുന്നൊരു സിനിമയായിട്ടാണ് സെക്കൻഡ് ഹാഫ്. ക്ലൈമാക്സ്, ആ ഫൈറ്റ് അതിമനോഹരമാണ്, അതും കൊള്ളാം. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ആ ഫൈറ്റ്. ജംഗിൾ ഫൈറ്റ് അതിമനോഹരം തന്നെയാണ്, അതാണ് നമ്പർ 1. ഇത് കുറച്ച് ഫൈറ്റേ ഉള്ളൂ, ഇത് സെക്കൻഡ് 1. പിന്നെ നമ്മുടെ അപ്പുറത്ത് ഖുറേഷി അബ്രാഹത്തിന് അവിടെ ഒരു ഫൈറ്റ് ഉണ്ട്, ചെറിയൊരു ഫൈറ്റ്. അത് സയ്യിദ് മസൂദാണ് ചെയ്യുന്നത്, പൃഥ്വിരാജ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ പറയുന്നുള്ളൂ, കൂടുതൽ നമ്മൾ പറയുന്നില്ല. സിനിമ ഒരു വൺ ടൈം വാച്ചബിൾ ഫ്ലിക്ക് തന്നെയാണ്. പിന്നെ എടുത്ത് പറയുമ്പോൾ സ്റ്റാൻഡ് ലോൺ പെർഫോമൻസ് ആയിട്ട് പറയുമ്പോൾ ലാലേട്ടൻ ആ സ്റ്റീഫൻ നെടുമ്പള്ളി ഈസ് സംതിങ് സ്പെഷ്യൽ. അബ്രാഹം ഖുറേഷി ഓക്കെ, പൃഥ്വിരാജ് സയ്യിദ് മസൂദ് ഓക്കെ. ദെൻ വില്ലനെ പറയണം, അഭിമന്യു സിംഗ്, ഓ മൈ ഗോഡ്, ബജ്റംഗി. ദെൻ ടോവിനോ ഓക്കേഷ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു റോള് മഞ്ജു ചേച്ചിയാണ്, മഞ്ജു വാര്യർ. ആ പ്രിയദർശിനി രാംദാസ്, എൻ്റെ പൊന്നോ, തീയാണ്. ആ സെക്കൻഡ് ഹാഫിലെ ആ ഒരു ജംഗിൾ ഫൈറ്റിലേക്കൊക്കെ പോകുന്ന ആ ഒരു സെനാരിയോ സംതിങ് സ്പെഷ്യലാണ്. എനിവേ, ഇത്രയേ ഉള്ളൂ. എല്ലാവരും എമ്പുരാൻ കാണുക. എമ്പുരാൻ തൂക്കിഫൈഡ്. എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. എനിക്കങ്ങനെ വലിയ ഹൈ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാവാം മേ ബി. ഞാനിങ്ങനെ ഇലിമിനാറ്റിയുടെ പുറകെയോ ഒന്നും അധികം പോയിട്ടൊന്നും തന്നെയില്ല. പിന്നെ ഖുറേഷിയുടെ വേൾഡ് ചിലപ്പോൾ L3 കാണിക്കുക, എനിക്കറിയില്ല. എന്താണെങ്കിലും ഇത് അതിമനോഹരമാണ്. പിന്നെ ചില കാമിയോസ് ഒക്കെ തന്നെ ഉണ്ട് സിനിമയുടെ ക്ലൈമാക്സിൽ, അവസാന ഭാഗത്ത്. ഓക്കെ, അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുക, ഇഷ്ടപ്പെടുക. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. തൂക്കിഫൈഡ്, ഇറ്റ്സ് എമ്പുരാൻ. പിന്നെ പവർ, ഗ്രീഡ്, വെഗ്ലൻസ്, ഒരു അധികാരത്തിൻ്റെയും അത്യാഗ്രഹത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും ഒക്കെ ഒരു കഥയാണ്. അധികാരം, അത്യാഗ്രഹം, ദെൻ പ്രതികാരം. ഇത് ഒരു പ്രതികാരത്തിൻ്റെ സിനിമയാണ്. സോ എനിവേ, ഇതാണ് ഷോർട്ട് റിവ്യൂ. ഒരല്പം കൂടി കാസ്റ്റ് ഡീറ്റെയിലുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീക്കിൽ ഒരു റിവ്യൂ കൂടി ഇടുന്നുണ്ട്. സോ എന്താണെങ്കിലും താങ്ക് യു, ബൈ ബൈ.